വഞ്ചനയുടെ രാഷ്ട്രീയത്തെ തള്ളിക്കൊണ്ടാണ് ജനങ്ങൾ NDA സർക്കാരിന് തുടർ ഭരണത്തിന് അവസരം നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരതം കെട്ടിപ്പടുക്കുമെന്നും രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം. അതുമാത്രമല്ല, തുടർ ഭരണത്തിന് അവസരം നൽകിയത് എന്തായാലും ജനങ്ങൾ വഞ്ചനയുടെ രാഷ്ട്രീയത്തെ തള്ളിക്കൊണ്ടാണ് എന്ന് പ്രതിപക്ഷത്തെ ശക്തമായി ആക്രമിക്കുന്നതിനും പ്രധാനമന്ത്രി തുനിഞ്ഞു എന്നുള്ളതാണ്. രോഹിണി, കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തിനെ കടന്നാക്രമിച്ചിരുന്നു. ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കുന്ന വേളയിലും പ്രധാനമന്ത്രി രൂക്ഷ വിമർശനമാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉയർത്തിയത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ അദ്ദേഹം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതായത് ഭരണഘടനാ മൂല്യങ്ങളെ എല്ലാ കാലഘട്ടങ്ങളിലും തകർക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ് എന്ന വലിയ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അടിയന്തരാവസ്ഥയുടെ ഉൾപ്പെടെയുള്ള ചരിത്രം ഒരിക്കൽ കൂടി പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിനെ അദ്ദേഹം കടന്നാക്രമിച്ചത്. ഒപ്പം വരുന്ന 20 വർഷക്കാലത്തേക്ക് BJP സർക്കാർ തന്നെ ദേശീയ തലത്തിൽ ഭരിക്കുമെന്ന് ഉറപ്പാണ് എന്ന പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രി ഇന്ന് നടത്തുകയുണ്ടായി. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്തത്. അതിനാലാണ് തുടർച്ചയായ 3ാം തവണയും BJPക്ക് ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞത്. ഇതുവരെ കണ്ടതെല്ലാം ട്രെയിലറാണ് എന്ന ഒരു കാര്യം കൂടി, അതായത് തെരഞ്ഞെടുപ്പ് കാലത്തും പ്രധാനമന്ത്രി വിവിധ വേദികളിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഈ കണ്ടതെല്ലാം ട്രെയിലറാണ്, വലിയ പ്രഖ്യാപനങ്ങളും രാജ്യത്തെ നിർണായക ശക്തിയാക്കി ഉയർത്തുന്നതിന് വേണ്ട തീരുമാനങ്ങളും ഇനിയും പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പ്രധാനമന്ത്രി പല തെരഞ്ഞെടുപ്പ് റാലികളിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ വരുന്ന 5 വർഷക്കാലത്തിൽ ഈ രാഷ്ട്രത്തെ വലിയ തോതിൽ സാമ്പത്തിക രംഗത്തും അതല്ലാതെ മറ്റ് വിവിധ മേഖലകളിലും മുൻപന്തിയിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന സൂചനയും ഇന്ന് അദ്ദേഹം രാജ്യസഭയിൽ നൽകുകയുണ്ടായി. എന്തായാലും ലോക്സഭയിലും ഇന്നിപ്പോൾ രാജ്യസഭയിലും നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകവേ കോൺഗ്രസിനെ അദ്ദേഹം രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇത്രയധികം നുണ പ്രചരിപ്പിച്ചിട്ടും പരാജയപ്പെട്ടു. എന്നാൽ സഖ്യകക്ഷികളുടെയും മറ്റും വോട്ടിൽ ഇങ്ങനെ നടക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കുമ്പോഴും കോൺഗ്രസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് അദ്ദേഹം ഇന്ന് നടത്തിയത്. അതുമാത്രമല്ല ഗൗതം, പ്രസംഗമധ്യേ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, വാസ്തവങ്ങൾ, സത്യങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് കേൾക്കുന്നതിനുള്ള വൈമുഖ്യമാണ് ഈ പ്രതിപക്ഷം ബഹളത്തിലേക്കും ഇറങ്ങിപ്പോക്കിലേക്കും ഒക്കെ നയിക്കുന്നത്. അപമര്യാദയായി ഇത്തരത്തിൽ സഭയിൽ പെരുമാറുന്നത് സത്യങ്ങൾ കേൾക്കുന്നത് കൊണ്ടുള്ള വിമുഖതയാണ് എന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു. രോഹിണി, അതുതന്നെയാണ്. അതായത് പ്രതിപക്ഷത്തെ അദ്ദേഹം ഇന്നിപ്പോൾ ലോക്സഭയ്ക്ക് സമാനമായി രാജ്യസഭയിലും ഈ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേളയിൽ പ്രതിപക്ഷ പാർട്ടികൾ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ലോക്സഭയിൽ ഈ കാഴ്ച കണ്ടതാണ്. മണിപ്പൂർ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ഏതാണ്ട് 2.5 മണിക്കൂറിനടുത്ത് 2 മണിക്കൂറും 16 മിനിറ്റും അദ്ദേഹം ഇന്നലെ ലോക്സഭയിൽ സംസാരിച്ചിരുന്നു. പ്രതിപക്ഷം പലതവണ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷത്തിന് മേൽ ആഞ്ഞടിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത്. അതിനാൽ ഇന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് ഒരു കാര്യം ബോധ്യമായിരുന്നു, നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനാൽ ഈ പ്രസംഗം തുടങ്ങുന്ന വേളയിൽ പ്രതിപക്ഷം ബഹളം വെച്ചുവെങ്കിലും പിന്നീട് അവർ തന്നെ സഭയിൽ നിന്ന് വോക്കൌട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം ലോക്സഭയിലെ പോലെ ബഹളം വെച്ചാൽ വെറുതെ ബഹളം തുടരും എന്നല്ലാതെ പ്രധാനമന്ത്രി പ്രസംഗം നിർത്തില്ല എന്ന് ഇന്നലെ കൊണ്ട് പ്രതിപക്ഷത്തിന് മനസ്സിലായി. അതിനാൽ ഇന്നവർ വോക്കൌട്ട് ചെയ്തു. അതിനെയും പ്രധാനമന്ത്രി രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ നുണ പ്രചരിപ്പിച്ചവർക്ക് സത്യം കേൾക്കുമ്പോൾ വലിയ തോതിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാകും, അതിനാലാണ് ഇക്കൂട്ടർ പുറത്തേക്ക് പോകുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത്, പ്രത്യേകിച്ച് UP പോലുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയൊരു പ്രചരണം, BJP ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തും, പ്രത്യേകിച്ച് OBC വിഭാഗങ്ങൾക്കും അതോടൊപ്പം SC/ST വിഭാഗങ്ങൾക്കുമുള്ള സംവരണം അത് ഒഴിവാക്കും എന്ന നുണപ്രചരണം ഈ കോൺഗ്രസ് വ്യാപകമായി, കോൺഗ്രസോ അതല്ലെങ്കിൽ സഖ്യകക്ഷികളും ചേർന്ന് ഉത്തർപ്രദേശിലും മറ്റും വ്യാപകമായി വാട്സാപ്പിലൊക്കെ നടത്തിയിരുന്നു. അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നും ഈ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഇത്തരമൊരു വിമർശനം നടത്തിയത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.